പ്രിയപ്പെട്ട വോട്ടർമാരെ, സഹോദരന്മാരെ, ഞാൻ അഡ്വക്കേറ്റ് കെ.എച്ച്. മുനീർ. ഈ വരുന്ന 8-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൈതാനി വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ വിനീതൻ ഏവരെയും നേരിൽ കണ്ട് വോട്ടുകൾ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. ഇനി വരും നാളുകളിലൂടെ എല്ലാവരെയും വീണ്ടും നേരിൽ കാണാൻ ശ്രമിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന് വെറുമൊരു മത്സരമല്ല. അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കലാണ്. LDF സ്ഥാനാർത്ഥിയായ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കേവലം വോട്ടുകൾ ചോദിക്കാനല്ല, മറിച്ച് കഴിഞ്ഞ 5 വർഷം നമ്മുടെ സർക്കാർ കേരളത്തിലാകെയും ഒപ്പം ഈ വാർഡിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പ് നടത്താനും ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള പ്രതിജ്ഞ പുതുക്കാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതികളിലൊന്നായ ലൈഫ് മിഷൻ, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്ന മഹത്തായ പദ്ധതിയെക്കുറിച്ചാണ്. കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ വെറും വീടല്ല, ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയും തലചായ്ക്കാൻ ഒരിടവുമില്ലാത്ത മനുഷ്യൻ്റെ ഉള്ളുകായുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ലൈഫ് മിഷൻ ആവിഷ്കരിക്കുമ്പോൾ സർക്കാർ ലക്ഷ്യമിട്ടത് വെറും ഇഷ്ടികയും സിമൻറ്റും കൊണ്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ഒരു കുടുംബത്തിന് അന്തസ്സോടെ ജീവിക്കാനുള്ള ആശ്രയവും സാമൂഹിക സുരക്ഷയും നൽകുക എന്നതായിരുന്നു. ലൈഫ് മിഷൻ വഴി നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഈ വാർഡിൽ മാത്രം എത്രയോ അമ്മമാരുടെയും കുട്ടികളുടെയും കണ്ണീരൊപ്പാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞു. പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കടിയിലും ചോർന്നൊലിക്കുന്ന ഒറ്റമുറിയിലും കഴിഞ്ഞിരുന്നവർക്ക് ഇന്ന് സുരക്ഷിതമായ ഒരു ഭവനമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്ക് 4 ഘടകങ്ങളുണ്ട്. വീടില്ലാത്തവർക്ക് വീട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, വാസയോഗ്യമല്ലാത്ത പഴയ വീടുകൾ പുതുക്കിപ്പണിയാൻ സഹായം, കൂടാതെ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിച്ച് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യവും. ഇത് കേവലം ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, സാമൂഹിക സമത്വത്തിനായുള്ള ഒരു മുന്നേറ്റമാണ്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല. ഏറ്റവും അർഹരായ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരിലേക്ക് സഹായമെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഇവിടെ ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ല. മനുഷ്യന്റെ ആവശ്യം മാത്രമാണ് LDFിൻ്റെ മാനദണ്ഡം. LDF സർക്കാർ നൽകിയ വാക്ക് പാലിച്ചിരിക്കുന്നു. പ്രളയവും കോവിഡും പോലുള്ള ദുരന്തങ്ങളെ നേരിട്ടപ്പോഴും ലൈഫ് മിഷൻ പ്രവർത്തനങ്ങൾ ഒരിടത്തും മുടങ്ങിയില്ല. കാരണം ഈ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത്ര വലുതായിരുന്നു. 233 വീടുകൾ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നിർമ്മിച്ചു നൽകാനായതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ലഭ്യമായ ഈ പഞ്ചായത്തിലെ വാർഡ് നമ്മുടെ മൈതാനി വാർഡാണ്. 27 കുടുംബങ്ങൾക്കാണ് നമ്മുടെ വാർഡിൽ അടച്ചുറപ്പോടെ അന്തിയുറങ്ങാൻ ഇടമുണ്ടായത്. ഈ വാർഡിൽ ലൈഫ് മിഷൻ വഴി വീട് ലഭിച്ചവരുടെ അതിരിട്ട സന്തോഷം അതൊരു സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ വീടുകൾക്ക് നമ്മുടെ സർക്കാരിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു മുദ്രയുണ്ട്. ഇനിയും മുന്നോട്ട് പ്രിയപ്പെട്ടവരെ, നാം തുടങ്ങിയിട്ടേയുള്ളൂ. ഈ വാർഡിൽ ഇനിയും സ്വന്തമായി വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗവാക്കാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? വെറും വാഗ്ദാനങ്ങൾ മാത്രം നടത്തുന്നവർക്കാണോ, അതോ ലൈഫ് മിഷൻ പോലെ വാക്കുകൾ പ്രവൃത്തികളാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനത്തിനാണോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വികസനം ഇവിടെയുണ്ട്, നിങ്ങളുടെ കൺമുന്നിൽ. ലൈഫ് മിഷൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായ ഈ വിനീതനും ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സഖാവ് റാഫിയും ബ്ലോക്ക് ഡിവിഷനിലെ സഖാവ് ഡോക്ടർ ലെനിൻ ലാലും വികസന തുടർച്ചയ്ക്കായി നിങ്ങളുടെ നിറഞ്ഞ പിന്തുണയും അനുഗ്രഹവും തേടുകയാണ്. നമുക്കൊരുമിച്ച് ഈ വാർഡിനെ, നാടിനെ, കേരളത്തെ കൂടുതൽ മികച്ചതാക്കാം. ചിഹ്നം ചുറ്റികാരിവാൾ നക്ഷത്രം. നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ വോട്ട് വികസനത്തിന് ഒരു ഉറപ്പാണ്. അത് നാടിൻ്റെ നന്മയ്ക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് അനുവേക്ഷണീയമാണ്. ജയ് LDF.